ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഞാൻ എൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ നേരത്തെ ഉറങ്ങണമെന്ന് 2 ദിവസമായിട്ട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ജീവമാതാ കാരുണ്യ ഭവൻ്റെ ഡയറക്ടർ ഉദയഗിരിജ മാഡത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാതെ ഉറങ്ങാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടോ, ഞാൻ ഒരു മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ അത് അപ്പാടെ വീഡിയോ കണ്ടു തീർന്ന ഉടനെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം അവർക്ക് വേണ്ടി എനിക്ക് വേറെ ഒരു വലിയ സാമ്പത്തിക സഹായമോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്കൊരു ഉപകാരം മാത്രമേ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാനും അവരുടെ സബ്സ്ക്രൈബറോ അവരുടെ വീഡിയോകളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കല്യാണ വീഡിയോ കണ്ട്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് പറയണ്ടായി, നല്ലൊരു ചേച്ചി, പക്ഷേ ചേട്ടൻ അത്ര ഗ്ലാമറൊന്നും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിലും അവിടെ ഗ്ലാമറിനല്ല പ്രാധാന്യം, നല്ലൊരു മനസ്സോടുകൂടി ആ മനുഷ്യൻ വന്നത് തന്നെയാണ്. അതിലെല്ലാം ഉപരി അവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളത്. നമ്മൾ മാനുഷികമായി സൗന്ദര്യം ഒറ്റ ഇതിൽ മനുഷ്യനല്ലേ, അങ്ങനെയും നോക്കൂ. പക്ഷേ ചേച്ചി പിന്നീട് ആ പുള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നല്ലൊരു മനുഷ്യനായി ആ ഒരു സ്ഥാപനത്തിന് കൂട്ടായിട്ട് അയാളെ കിട്ടിയതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ നമ്മുടെ കേരളക്കാരെക്കുറിച്ച് പറയാതിരിക്കാൻ തരയില്ല. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം. ഒരു മനുഷ്യൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും അവരൊരു മാത്രം സന്തോഷമായിട്ട് കഴിയണം. ഒരു സുധി മരിച്ചപ്പോൾ ആ കുട്ടിയും ഒന്ന് രക്ഷപ്പെട്ട് കരകയറി വന്നപ്പോൾ ആ കുട്ടിക്കും കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവളുടെ ജീവിതവും നശിപ്പിക്കാൻ കുറേ പേരിങ്ങനെ ഓരോ കഥകളുമായിട്ട് രംഗത്ത് വരുന്നു. ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേട്? മറ്റുള്ളവരെ വിറ്റ് തിന്ന് മറ്റുള്ളവരെ കുറിച്ച് നുണയും പരദൂഷണവും പറഞ്ഞ് എന്തിനിങ്ങനെ നടക്കുന്നു? ഇവർക്കിതിനൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നു? നമുക്കാണെങ്കിൽ ഇവിടെ ഒരു ദിവസം ഒന്നിനും തികയുന്നില്ല. ഇങ്ങനെ സമയം ഇഷ്ടം പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. എനിക്കിവിടെ 10-20 പട്ടിയും നോക്കാൻ പറ്റാത്ത കുറേ പൂച്ചകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനെ ഒന്ന് വന്ന് നോക്കാനോ സഹായിക്കാനോ നിങ്ങളൊന്ന് ചെയ്യും. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്? എന്ത് നല്ലൊരു ചേച്ചിയാണ്, നല്ല സുന്ദരി, കണ്ടാൽ നല്ല ചെറുപ്പമുള്ള ഒരു ചേച്ചി. അവർക്കൊരു ജീവിതം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവരെന്നും ഹസ്ബൻഡ് മരിച്ച് വിധവയായിട്ട് ജീവിക്കുന്ന കാണാൻ നിങ്ങൾക്കൊക്കെ എന്ത് സന്തോഷമാണ്. നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരിയോ ഒക്കെ വിധവയെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? പിന്നെ കുറേ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളുടെ ശത്രുവായിട്ടുണ്ട്. എന്തെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞ് ഒരു സ്ത്രീയുടെ ജീവിതം എത്ര നശിപ്പിക്കാമോ, എത്ര നരകതുല്യമാക്കാമോ അങ്ങനെ പടച്ചു വിട്ടിട്ടുണ്ട് ഈശ്വര. ഈ ലോകത്തിന് തന്നെ ഭാരമായിട്ട് നിനക്കൊക്കെ ചെന്ന് സത്യം പറഞ്ഞ് ആത്മഹത്യ ചെയ്തുകൂടെ? ഞാൻ ഈ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. പക്ഷെ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് കുറേ ജന്മങ്ങളെ ദൈവം ഇങ്ങനെ പടച്ചു വിട്ടിട്ടുണ്ട്. മൊബൈലിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അതൊരു ജീവനില്ലാത്ത വസ്തു. അതിനെ ഉപയോഗിക്കുന്ന ഈ മനുഷ്യന്മാർ എനിക്ക് സത്യം പറഞ്ഞ് പറയാൻ തന്നെ എനിക്ക് മടുപ്പായിട്ടുണ്ട്. കുറേ യൂട്യൂബർമാർ കാളപ്പറ്റെന്ന് പറഞ്ഞുകൊണ്ടേ കയറെടുത്തു. ഇവർക്കൊക്കെ വേണ്ടത് ഇവരുടെ വീഡിയോയ്ക്ക് റീച്ചാണ്. നമ്മളൊക്കെ വീഡിയോയിട്ട് കാണാൻ ആരുമില്ല. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞും കേട്ടും ചെയ്യുന്നതുകൊണ്ട് നമ്മളേന്ന് വീഡിയോ കാണാൻ ആരുമില്ല. പക്ഷേ കുണ്ടണിയും പറഞ്ഞ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഉടനെ വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തിടുന്നവരുടെ കാണാൻ ഇഷ്ടം പോലെ ഫോളോവേഴ്സ്. കാരണം നമ്മുടെ ലോകം കള്ളവും കപടവും നെറികേടിൻ്റെ ലോകമാണ്. അവിടെ അപ്രകാരമുള്ളവർക്ക് തന്നെ സീറ്റുള്ളൂ. നേരും നെറിയും ജീവിക്കുന്ന ആർക്കും ഇവിടെ ഇന്ന് സീറ്റുമില്ല. എന്തായാലും എനിക്ക് ഉദയഗിരിജ മാഡത്തെ ഇതിനു മുമ്പ് ഒരു പരിചയമില്ല. പക്ഷേ അവരുടെ വീഡിയോ കണ്ടതിന് ശേഷവും ഞാനിപ്പോൾ 2 ദിവസം കൊണ്ടാണ് അവരുടെ കുറേ വീഡിയോകൾ കണ്ട് അവരുടെ ആ ജീവചരിത്രത്തെക്കുറിച്ച് ഞാൻ ഒന്ന് മനസ്സിലാക്കിയത്. എനിക്ക് വളരെ ജെന്യുവനായിട്ട് തോന്നി. ഒന്നുമില്ലെങ്കിലും നല്ല തണ്ടും തടിയുള്ളൊരു മകൻ അവർക്കില്ലേ? നിങ്ങൾ പറയുന്ന പോലെ ഒരു മോശമായ രീതിയിൽ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ അങ്ങനൊരു മകനുള്ള ഒരു സ്ത്രീക്ക് പറ്റൂ? അല്ലെങ്കിൽ തന്നെ ആരുമില്ലാത്ത ഒരു അനാഥയെ അവരെ മകന് കല്യാണം കഴിച്ചു കൊടുത്ത അവരുടെ ഹൃദയവിശാലത ഒന്ന് ചിന്തിച്ചൂടെ? ഇതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ യൂട്യൂബർമാർ. നിനക്കൊക്കെ പോയി വല്ല എന്താ പറയുക, വേറെ വല്ല പണി ചെയ്. വല്ല കല്യാണ ബ്രോക്കറിൻ്റെ തരവ് പണിയാണ്, കള്ളം പറയുന്നവർക്ക് പറ്റിയ പണിയാണ്. അങ്ങനെയോ വല്ല ഹോട്ടലിൽ വെയിറ്ററായിട്ടോ വല്ലതും നിൽക്കും. നിനക്കൊക്കെ യൂട്യൂബർ ആവാനുള്ള ഒരു യോഗ്യതയില്ല. നിനക്കൊക്കെ പറ്റിയത് വേറെ ഏതെങ്കിലും ജോലിയാണ്. അല്ലെങ്കിൽ നീയൊക്കെ സത്യം മാത്രം പറയും. എന്തിനാണ് ഒരു ഫോണും കൊണ്ട് ഇങ്ങനെ നാട് മൊത്തം നടന്ന് ഇതൊക്കെ നുണ പറയുന്ന ടീമുകളാണ്. ഇതൊക്കെ എന്താ പറയുക, ഭൂമിക്കും സമൂഹത്തിനും ഭാരമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഉദയഗിരിജ മാഡം, നിങ്ങളുടെ
വഴി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ളൊരു ഇതൊന്നും നടത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മിണ്ടാപ്രാണികളെ നോക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു വലിയ കാര്യം, നമ്മളെക്കൊണ്ട് കഴിയാത്ത കാര്യം. നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മക്കളെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ഈശ്വരൻ എല്ലാ കൃപയും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി എനിക്ക് കിട്ടിയാൽ ഞാനും നിങ്ങളെ സഹായിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ. ചേച്ചി, ഇങ്ങനെയുള്ള ഒരുപാട് പേര് വരും. ഇതൊന്നും കണ്ട് ബേജാറാവണ്ട, ഇതൊന്നും കണ്ട് പേടിക്കുകയും വേണ്ട. മാവുള്ള മരത്തിൽ മാത്രമേ ആളുകൾ കല്ലെറിയൂ. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾ വളരെ സമൂഹത്തിന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കല്ലെറിയുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലവരായ മനുഷ്യന്മാരുടെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഈ കെട്ടവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ളവർ എന്ത് നെഗറ്റീവ് കമൻറ്റോ റിയാക്ഷൻ വീഡിയോ ഇട്ടോട്ടെ, നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കേണ്ട. ധൈര്യസമേതം മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഈ വലിയ മനസ്സിന് ഈശ്വരൻ നിങ്ങൾക്ക് എന്നും നന്മകൾ മാത്രം തരും. നന്നായിട്ട് മുന്നോട്ട് പോവുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കെട്ട യൂട്യൂബർമാർക്ക് എന്താണെന്ന് വെച്ചാൽ ദൈവം അതിൻ്റെ ശിക്ഷ അവർക്കും അവരുടെ കുടുംബത്തിനും കൊടുക്കട്ടെ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.